ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെയുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ കറൻ്റ് നിങ്ങളെ മാറ്റി നിർത്തി മറ്റൊരു വഴിക്ക് പോയൊരു പേഴ്സൺ ആയിരിക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. സോറോ, ബിയോണ്ട് ഇല്യൂഷൻ, adventure, new vision, change, the fool, turning in, totality, silence, maturity, guidance, isolation, compromise, nothingness, the dream, ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നേരത്തെ എന്തെല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിന്നിരുന്നെങ്കിലും പലരെ സംബന്ധിച്ച് പല കാര്യങ്ങളായിരിക്കും. ചിലർ വളരെ ഈഗോയിസ്റ്റിക് ആയിരിക്കാം, ചിലരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം, സ്വയം ന്യായീകരിക്കുന്ന വ്യക്തികളുണ്ട്. തെറ്റ നമ്മളുടേത് കൂടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ട്രേറ്റ് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ നിന്നെല്ലാം പതിയെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ തെറ്റ് സമ്മതിച്ച് തരാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല രീതിയിലും അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതായത് കുറച്ചുകൂടി അവർ ഡീപ്പായിട്ട് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു, അവരെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സമയത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിച്ച് പലരും പല രീതിയിലായിരിക്കാം. ചിലർ നമ്മളെ ചീറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ചിലർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടും അത് മനസ്സിലാക്കാത്ത വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്രയും നമ്മളെ വേദനിപ്പിച്ചായിട്ട് ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് കാണേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ് എടുക്കുന്നത് തന്നെ. ഇവിടെ നമുക്ക് ഈ പേഴ്സണ് പല രീതിയിലുള്ള മാറ്റം സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഗ്രാജുവലി വന്നതായിരിക്കാം, സഡൻ ചേഞ്ച് ആയിരിക്കണം എന്നല്ല. ഇവിടെ നമുക്ക് ആ ഒരു ടൈം കാണാനായിട്ട് കഴിയുന്നുണ്ട്. പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കാണാം. മാത്രമല്ല ഇവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഒരു സ്റ്റക്നെസ് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ഒന്നും പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് തന്നെ ആ ഒരു സോറോയാണ്. വളരെയധികം മാനസിക ബുദ്ധിമുട്ട്, വിഷമം,
അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഡിപ്രഷൻ, ഓരോരുത്തരെ സംബന്ധിച്ചും അവർ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അതുപോലെ ആ ഒരു ഇല്യൂഷൻ കാര്യങ്ങൾക്കകത്തൊക്കെ പെട്ടുപോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന വ്യക്തികൾ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫസ്റ്റ് ആ ഒരു പാർട്ട്ണറെ ചീറ്റ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ആ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ പിന്നീട് കാലക്രമേണ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ആ ഒരു ടെംപ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ പ്രലോഭനങ്ങളിൽ പെട്ടു പോകുന്ന വ്യക്തികളുണ്ട്. പക്ഷേ കാലം ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പുകമറയ്ക്കകത്ത് നിന്നിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാം. നമുക്കിവിടെയും ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്, ഒരു ന്യൂ വിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പല കാര്യങ്ങൾ പല ആംഗിളിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ലോണം ആലോചിക്കുന്ന ഒരു ടൈം പീരീഡായിട്ട് പറയാം. ചിലപ്പോൾ നേരത്തെ പാസ്റ്റിൽ ആ ഒരു പേഴ്സൺ സ്വന്തം കാര്യം നോക്കി വളരെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോരുന്നൊരു വ്യക്തിയാണ്. വേറൊന്നിനും സമയമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. പല രീതിയിൽ പല കാര്യങ്ങളായിട്ട് ചിന്തിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ കുറേ നാളുകളായിട്ട് ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കണം. അതിപ്പോൾ അവരുടെ ഒരു കരിയർ, ഫിനാൻഷ്യൽ ഫീൽഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിരിക്കും. പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും എവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. ഒരുപാട് ട്രൈ ചെയ്തിട്ടും ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞ് വരുന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ നമ്മളിപ്പോൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷ വെക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹോപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്നുള്ള ആ ഒരു രീതിയിൽ. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എത്താതെ വീണ്ടും ഒരു ഡൗൺഫോളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിരാശ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെട്ടെന്ന് വരാം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സ്റ്റക്നെസ് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഇവർ എവിടെയാണ് ഇപ്പോൾ ഏത് ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവിടെയൊന്നും അവരൊട്ടും ഹാപ്പി അല്ല. ചിലപ്പോൾ പുറമേ ഈ ഒരു പേഴ്സൺ വലിയൊരു കുഴപ്പമാണ് അല്ലെങ്കിൽ മനസ്സിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ട്, സങ്കടമാണെന്നുള്ളതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഈ ഒരു സൈലൻസ് എനർജി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു നിഗൂഢതയാണ്, ഒരു മിസ്റ്ററിയാണ്. പുറമേ വലിയ കുഴപ്പമില്ല, ശാന്തമായിട്ടിരിക്കുന്ന ഒരു പുഴ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഒരുപാട് ആ ഒരു മിസ്റ്ററീസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആങ്സൈറ്റി, ഫിയർ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു എനർജിയും കൂടിയാണ്. അതായത് മനസ്സിനകത്ത് ഒരുപാട് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൂടുതലും ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിട്ടുണ്ടാവാം. കുറച്ചും കൂടി അവർ ഡീപ്പായിട്ട് ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഇപ്പോൾ പ്രസൻറ്റിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുന്നത് പോലെയൊക്കെ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പല വ്യക്തികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു കൂടുതലായിട്ടും അവരുടെ മനസ്സ് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നതായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് കേൾക്കുക. അതായത് നമുക്കൊരു ഒരു പീരീഡ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് മറ്റു പലരുടെയും ഒരു സഹായം ആവശ്യമായിട്ട് വരും. നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെ തോന്നും. പക്ഷെ അതും കഴിഞ്ഞൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ സ്വയം പല കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും സ്വയം ഒരു സമാധാനം കണ്ടെത്താനും അല്ലെങ്കിൽ നമുക്ക് എന്താണോ തെറ്റുപറ്റിയത് അത് തിരുത്താനും തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കൂടുതലായിട്ട് എന്താണ് അവരുടെ മനസ്സിനകത്തുള്ളത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൺ ആക്ച്വലി അനുഭവിക്കുന്ന കാര്യങ്ങളെന്നുള്ളത് അവർക്ക് ചുറ്റുമുള്ളവർക്ക് പോലും മനസ്സിലാവണമെന്നില്ല. കാരണം മാനസികമായിട്ട് ആ ഒരു സമാധാന സ്വസ്ഥതയൊന്നും ഈ ഒരു പേഴ്സണ് കിട്ടുന്നില്ല. അവരത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം, പക്ഷേ കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ ഈ ഒരു മെച്യൂരിറ്റി എനർജി അതുപോലെ ഗൈഡൻസ് പിന്നീട് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ഐസൊലേഷൻ എനർജിയാണ്, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് എത്രയൊക്കെ അവർ മനസ്സിനെ പാകപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ഒരു മെച്യൂറായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടും ഒക്കെ ശ്രമിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ വേയിലൂടെ പോവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഒറ്റപ്പെടൽ നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. ഒരു ഡീപ്പ് വൂണ്ട് ഇവരുടെ മനസ്സിനകത്ത് ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ പോയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ കുറ്റബോധം വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം.
ഇവിടെ നമുക്ക് ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. അവർ ആ ഒരു പാസ്റ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം അവർ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥ കാണാം. അതായത് പ്രസൻറ്റിൽ അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടും ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം ഉള്ളതും നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പോലും ആ ഒരു എനർജി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നിങ്ങളോടുള്ള ഒരു ഇപ്പോഴത്തെ അവരുടെ ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കതിനൊരു ക്ലാരിറ്റി കിട്ടും. ഈ ഒരു എനർജി കറക്റ്റ് തന്നെയാണോ, നിങ്ങളുടെ കാര്യത്തിൽ അത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് അവർ ഒരുപാട് വിഷമിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാനായിട്ടൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വേയിലൂടെ പോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അതിന് കഴിയുന്നില്ല. ഒരുപാട് മാനസിക ദുഃഖവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടൊക്കെ അവർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു ബിയോണ്ട് ഇല്യൂഷൻ എനർജിയിൽ വേണമെങ്കിൽ നമുക്കതും കാണാം. ചിലപ്പോൾ ചില വ്യക്തികളുടെ ഒരു തനിനിറം മനസ്സിലാക്കാൻ സാധിച്ചൊരു സമയമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് വളരെയധികം ഡിസ്റ്റർബൻസിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിന് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇവിടെ അതുപോലെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ ജേണിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും പല രീതിയിലുള്ള മാറ്റം അവർക്ക് അവരുടെ ലൈഫിൽ അനുഭവപ്പെടുന്നുള്ളതാണ്. അതിപ്പോൾ അവരുടെ ചിന്താഗതിയിലായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തിയിലായിക്കോട്ടെ, ഒരുപാട് ചേഞ്ചസ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ അവരുടെ ലൈഫിനും ഇവരുടെ ക്യാരക്ടറിനും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിത് കാണാം. ഒരുപക്ഷെ ആ ഒരു ജേണിയിലൂടെ പോകുന്ന വ്യക്തിയും കൂടി ആയതുകൊണ്ടായിരിക്കാം അവർക്ക് പല കാര്യങ്ങളിലേക്കും ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർ അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് പോസിറ്റീവായിട്ടുള്ളൊരു വേയിലേക്ക് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ. നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയുക, ചെയ്ത തെറ്റുകളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുക, അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുന്നത് ചിലപ്പോൾ ഈ ഒരു ഫേസിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം. അപ്പം അതായത് പഴയ ഓൾഡ് പാറ്റേൺസ് അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ആ ഒരു കർമാസ് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പീരീഡും കൂടി ആയിരിക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ എല്ലാം അതിൻ്റെ ഒരു വിളവെടുപ്പ് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞതുപോലെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരിക. നമ്മൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സഫറിങ്സ് നമുക്കും തേടി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നില്ല നമുക്ക് ആ ഒരു കർമ്മ കിട്ടുന്നത്. ചിലപ്പോൾ നമുക്കത് കിട്ടുന്നത് വേറൊരു വ്യക്തിയിൽ നിന്നായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിംഗ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളത് നമുക്ക് ആ ഒരു കർമാസ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കാണാനായിട്ട്, ആ ഒരു പീരീഡിൽ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഓവറോളായിട്ട് നല്ല രീതിയിലുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു മാറ്റമൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പല രീതിയിൽ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരു കുറ്റബോധവും കാര്യങ്ങളും ഉണ്ട്. അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടും ഒരു സ്റ്റക്നെസ് വരുന്നു, അല്ലെങ്കിൽ ഒരു മെൻ്റലി ഈ ഒരു പേഴ്സൺ ഓക്കെ അല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കറൻ്റ്ലി ഉള്ള ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഐസൊലേഷൻ, ഒറ്റപ്പെട്ട് പോയിരിക്കുന്ന അവസ്ഥയൊക്കെ വന്നതുകൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടല്ല നമ്മൾ ആ ഒരു പാസ്റ്റ് എനർജിയൊക്കെ അവിടെ കണ്ടത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ ആരും ഇല്ലാതെയായി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ തിരിച്ച് മനസ്സിലാക്കി വരുമ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുത്തി കളയേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എനർജീസൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കവിടെ കാണാം. ഇനി നമുക്ക് നോക്കാം കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണ്, അവരുടെ മനസ്സിനകത്ത് എന്താണെന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കൂടുതൽ വ്യക്തികൾക്ക് നിങ്ങളോടൊപ്പം ഇല്ലാത്തൊരു പേഴ്സൺ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്തെടുക്കുന്നതും കൂടുതൽ ആലോചിച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം.
love, Three of Earth, Fool, Ace of Water, Ten of Water, Five of Earth, Sun, Two of Fire, Strength, Two of Air, Six of Water. അപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കറൻലി നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർ ഭയങ്കരമായിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന വ്യക്തിയായിരിക്കാം. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചു, നിങ്ങളുടെ അതായത് നമ്മളിപ്പോൾ മെയിനായിട്ട് എടുക്കുന്ന ഒരു റീഡിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സബ്ബായിട്ട് നിങ്ങളോടുള്ളൊരു എനർജി എങ്ങനെയാണെന്ന് പലതിലും നോക്കാറുണ്ട്. അപ്പോൾ അതും കുറച്ച് കൂടുതലായിട്ട് എടുക്കാമോ കാർഡ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് എടുക്കുന്ന ടോപ്പിക് എന്താണോ അതായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളോടായിട്ടുള്ള എനർജി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് കൂടുതൽ കാർഡ്സ് എടുക്കാത്തത്. അപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അവരുടെ ഇമോഷൻസ്, ഇൻറ്റൻഷൻസ്, അല്ലെങ്കിൽ കറൻറ്റ് ഫീലിങ്സ്, നൈറ്റ് ഫീലിങ്സ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കൂടുതലായിട്ട് കാർഡ്സും എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യമാണ്. അവരെങ്ങനെയാണ്, ഇപ്പോൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള അവരുടെ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇത് ജസ്റ്റ് ഒന്ന് അതിനകത്ത് വന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് തന്നെയാണോ എന്നറിയാനും നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണ് എന്നൊക്കെ നമുക്ക് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിങ്ങളോടുള്ളൊരു എനർജി നമ്മൾ എടുക്കുന്നത് തന്നെ. അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം ഈ ഒരു ലവ് എനർജിയാണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വേണം നമ്മളവിടെ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം, തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് നമുക്ക് കാണുന്നത്. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കടിഞ്ഞാണിലൊക്കെ പെട്ടു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവായിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഇതിനകത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എടുത്ത് കാണണം. ചില റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് മനസ്സിനകത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ പ്ലാനുണ്ട്, ആഗ്രഹമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മളതിന് സമ്മതിക്കില്ല. ചില വ്യക്തികളായിരിക്കാം, ചില സിറ്റുവേഷൻ ആയിരിക്കാം, അതെല്ലാം നമുക്ക് കടിഞ്ഞാണ് ഇടുന്നത് പോലെ പിടിച്ച് പുറകിലേക്ക് വലിക്കും. ചില വ്യക്തികളുടെ ആ ഒരു സ്വാതന്ത്ര്യക്കുറവുമായിരിക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്രീഡത്തോടു കൂടി അത്രയും സന്തോഷത്തോടു കൂടി ഇതിനകത്തേക്ക് വരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈസ് ഓഫ് വാട്ടർ ആൻഡ് 10 ഓഫ് വാട്ടർ എനർജീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് ഒരു സ്നേഹം, ആത്മബന്ധമൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ പല കാര്യങ്ങളും അവരുടെ ലൈഫിലൂടെ പഠിച്ചതുകൊണ്ടായിരിക്കാം അവർക്കിപ്പോൾ ആ ഒരു തിരിച്ചറിവുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഇവിടെ നമുക്ക് ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് സൺ എനർജി കയറി വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഹാപ്പിനെസ്, ഫുൾഫിൽമെൻ്റ് എല്ലാം നിങ്ങളിൽ നിന്ന് കിട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് വേണ്ടുന്നൊരു സമയം കൂടി ആയിരിക്കണം ഇത്. അവരുടെ ലൈഫിൽ അവർ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവരാകെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു ഐസൊലേഷനിൽ പെട്ട ഒരു അവസ്ഥയിലാണ് ആ ഒരു വ്യക്തിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രതീക്ഷയോടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ തടസ്സമായിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഇപ്പോഴും അവർ നിയന്ത്രിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ആ ഒരു ദുരിതം കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് ചിലപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ അവർക്കൊരു സ്റ്റക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവരൊരു ക്രോസ് റോഡിലാണെന്ന് പറയാം. അതായത്
നിർണായകമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്തും അവരൊരു ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയേക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ പല കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ പല കാര്യങ്ങളും പെൻഡിങ്ങിലേക്ക് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാതിരിക്കുക, റോങ് ചോയ്സിലേക്ക് പോവുക, അങ്ങനെയുള്ള പല സംഗതികളും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ തന്നെ മനസ്സിലാക്കുന്നത് അതാണ്. ഇവിടെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ആ ഒരു പേഴ്സൺ സംഭരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ആ ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതും കൂടി കൊണ്ടായിരിക്കാം അവരങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ആ ഒരു 6 ഓഫ് കപ്സ് എനർജി. ഇവിടെയും നമുക്കത് സെയിം ആയിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഡബിൾ കൺഫർമേഷനായിട്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം നേരത്തെ നമ്മൾ അവരുടെ സിറ്റുവേഷനിൽ പോലും കണ്ടതാണ് അവർ ആ ഒരു പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് അക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കൂടുതൽ വേവലാതിപ്പെടുന്നത്, അല്ലെങ്കിൽ അത് തിരിച്ച് കിട്ടാനായിട്ട് വീണ്ടും അത് ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഇവർ ആക്ഷൻ എടുക്കാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. എങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഓവർ തിങ്കിങ് ഉണ്ട്. അത് നമ്മളവിടെ നേരത്തെ കണ്ടതാണ്. അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത്. എങ്കിലും ഈ ഒരു സമയത്ത് തന്നെ നിർണായകമായിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാം. അതാണ് നിങ്ങളുടെ ഒരു എനർജിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ചെയ്തതിനുള്ള ഒരു ഫലങ്ങളൊക്കെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ചിലർ തമ്മിൽ കോൺടാക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും പലരിൽ നിന്നൊക്കെ അറിയുന്നുണ്ടാവും. അതായത് ചിലപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യലി വളരെ മോശം അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ന പ്രശ്നങ്ങളിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യും. ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിലും സുഹൃത്തുക്കളോടൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അവസ്ഥകളെക്കുറിച്ച്. അപ്പം അങ്ങനെയൊക്കെ അറിയുന്നവർക്ക് പെട്ടെന്ന് ഒന്നും കൂടി കണക്ഷൻ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം ആളുകൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കാം. അവരെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരട്ടെ, ഞാൻ കാത്തിരിക്കാം, അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹക്കൂടുതൽ കാരണം കാത്തിരിക്കുന്നവരുണ്ടാവാം. സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവാം. ചിലർ അങ്ങനെയല്ല മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. എന്നെ വേദനിപ്പിച്ച് പോയ വ്യക്തിയാണ്, ഇനിയിപ്പോൾ ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറയുന്നവരുണ്ട്. അവർ കർമ്മ അനുഭവിക്കട്ടെ, അതെനിക്ക് കാണണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് സ്ട്രോങ് ബോണ്ടിങ് വേണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരണം, എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരണം എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.